عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين. أما بعد. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, വിഷയത്തിലേക്ക് നേരിട്ട് കടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. കുട്ടികളെ ലാളിച്ചു വളർത്തിയാൽ എന്താണ് സംഭവിക്കുക? വഷളായി പോകും. ഇനി തല്ലി വളർത്തിയാലോ? അയ്യോ വേണ്ട, ട്രോമ, നോ ഷൗട്ടിങ്, നോ പണിഷ്മെന്റ്. അപ്പോൾ പിന്നെ കുട്ടികളെ എങ്ങനെ വളർത്തണം? ജെന്റൽ പാരന്റിങ്, മിതത്വത്തിലൂന്നി ഇസ്ലാം മുന്നോട്ട് വെച്ച സൗമ്യമായ രക്ഷാകർതൃത്വ മാതൃകയില്ലേ, അത് തന്നെയാണ് ജെന്റൽ പാരന്റിങ്. ഇനി ഞാൻ നിങ്ങളുമായി സംവദിക്കാൻ പോകുന്നത് മൊബൈൽ ഫോണിൻ്റെ അമിതാസക്തി എന്ന ഒറ്റ വിഷയത്തിലൂന്നി ഈ ഇസ്ലാമിക രക്ഷാകർതൃത്വത്തെക്കുറിച്ചാണ്. ഒരു അനുഭവം പറഞ്ഞു തുടങ്ങാം. മുഹമ്മദേ, മൊബൈലും കൊണ്ട് ഇങ്ങനെ കളിക്കാണ്ട് പോയി ഖുർആൻ എടുത്ത് ഓതിയാട്ടെ. എത്ര നേരം ഇതിനോട് പറയുന്നേ? പഠിക്കുകയും വേണ്ട, നിസ്കരിക്കുകയും വേണ്ട, എപ്പം നോക്കിയാലും അതിങ്ങനെ തോണ്ടിയിരുന്നോ. സ്കൂളിൽ നിന്ന് വന്ന് കുറച്ച് റെസ്റ്റ് എടുത്ത് സമാധാനത്തിലൊന്ന് ഫോണും കൊണ്ടിരുന്നാൽ അപ്പം ഉമ്മ തുടങ്ങും. പണ്ടെനിക്ക് 3 വയസ്സുള്ളപ്പോൾ ഞാൻ മൊബൈലിൽ ഓരോന്ന് ചെയ്യുമ്പോൾ ഓനെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പഠിച്ചതാണ്, ഉഷാറാണ് എന്ന് അഭിമാനം പറഞ്ഞ ഉമ്മയാണ്. എല്ലുമ്മ, നിങ്ങൾക്ക് ഫോണിലത് കൊണ്ടല്ലേ എനിക്കും ഫോൺ കിട്ടുന്നത്. പണ്ട് വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ കാര്യമായ പണിയുള്ളപ്പോൾ ഞാൻ ശല്യം ചെയ്യാതിരിക്കാൻ നിങ്ങൾ തന്നിട്ട് തന്നെയല്ലേ ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇങ്ങനെയൊക്കെ ചോദിക്കണമെന്ന് എനിക്കുണ്ട്. പക്ഷേ ഉമ്മാൻ്റെ അടി കിട്ടൂല, ഒന്നും മിണ്ടൂല. ഉമ്മാനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ ഈ കണ്ണട വെക്കാൻ തുടങ്ങിയത് മുതൽ ഉമ്മ പലരുടെയും ഉപദേശം കേട്ട് മടുത്തതാണ്. ഞാൻ ഈ കണ്ണട വെക്കുന്നതും ഫോൺ ഉപയോഗവും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടും നാട്ടുകാർ അത് സമ്മതിക്കുന്നില്ല. കണ്ണട വെക്കാൻ കാക്കത്തൊള്ളായിരം കാരണമുണ്ടെങ്കിലും എൻ്റെ ചുറ്റിലുമുള്ളവർക്ക് ഈ ഒരൊറ്റ കാരണമേ അറിയൂ. തമാശകൾ മാറ്റി നിർത്തി ഒരു കാര്യം ചോദിക്കട്ടെ. മൊബൈൽ ഫോൺ വില്ലനാണോ അതോ നായകനാണോ? ഒരേ സമയം വിരൽ തുമ്പിൽ വിജ്ഞാനത്തിൻ്റെ ലോകവും നാശത്തിലേക്കുള്ള കവാടവുമാണത്. ശരി തെറ്റുകൾ തിരിച്ചറിയാനുള്ള പക്വത ആർജിക്കുന്നതുവരെ ആമാശയത്തിന് ദഹിപ്പിക്കാൻ കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ പവിത്രത ഉറപ്പുവരുത്തുന്നത് പോലെ ഹൃദയത്തിന് ദഹിപ്പിക്കാൻ കൊടുക്കുന്ന ഡിജിറ്റൽ ഭക്ഷണത്തിൻ്റെ പരിശുദ്ധിയും നാം ഉറപ്പുവരുത്തണം. യാ അയ്യുഹല്ലസീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറൻ വഖൂദുഹൻ നാസു വൽ ഹിജാറത്തു അലൈഹാ മലായികത്തുൻ ഇലാഹുൻ ശിദാദുൻ ലാ യഅ്സൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. സ്വന്തം കുടുംബത്തെ നരകത്തെ തൊട്ട് കാത്തുരക്ഷിക്കാൻ ഖുർആൻ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. കാരണം മക്കൾ അമാനത്താണ്. നാളെ ചോദ്യം ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. സമയം, ആരോഗ്യം എന്നീ 2 നിമിത്തവും നഷ്ടപ്പെടുത്തിയവരാണ് നരകത്തിൽ ഭൂരിഭാഗവും എന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നീ രാജകൊട്ടാരത്തിന്റെ മുകളിലല്ല കൂടുകൂട്ടേണ്ടത്. നീ ഒരു പരുന്താണ്, പർവ്വതങ്ങളുടെ ഉന്നതങ്ങളിലേക്ക് പാറിപ്പറക്കേണ്ടവൻ. അല്ലാബ ഇഖ്ബാലിന്റെ വരികളാണിത്. കുട്ടികളെ 6 ഇഞ്ച് സ്ക്രീനിന്റെ അടിമകളാക്കി മാറ്റാതെ വിജ്ഞാനവും ഈമാനും കൊണ്ട് വിജയങ്ങളുടെ കൊടുമുടി കീഴ്പ്പെടുത്താൻ അവരെ പ്രാപ്തരാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി മൊബൈൽ ലഹരിയെ ഇസ്ലാമികമായി നേരിടേണ്ടതുണ്ട്. സ്വയം മാതൃകയായിരിക്കുക എന്നതാണ് ആദ്യത്തെ ചുവടുവെപ്പ്. കാരണം കുട്ടികൾ കേട്ട് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ കണ്ടു മനസ്സിലാക്കുകയാണ്. അവർ എങ്ങനെയാണോ ആയിത്തീരേണ്ടത് അതുപോലെ മാതാപിതാക്കളുമാവുക എന്ന് ചുരുക്കം. അതുപോലെ നിശ്ചിത സമയങ്ങളിൽ സ്ക്രീൻ ഫ്രീ കുടുംബനയം വീട്ടിനുള്ളിൽ നടപ്പാക്കേണ്ടതുണ്ട്. ഭക്ഷണ സമയത്ത് ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഇശാ മഗ്‌രിബിനിടയിൽ. ഇങ്ങനെ രക്ഷിതാക്കൾക്ക് കൂടി ബാധകമാകുന്ന പൊതുനയങ്ങൾ നടപ്പിലാക്കി ഗൗരവ സ്വഭാവത്തോടെ ഉപയോഗിക്കേണ്ട ഗാഡ്ജറ്റാണ് മൊബൈൽ ഫോൺ എന്ന മൂല്യബോധം കുട്ടികളിൽ വളർത്തേണ്ടതുണ്ട്. കുടുംബം ഒരുമിച്ചാണ് ഇബാദത്തുകളിൽ ഏർപ്പെടേണ്ടത്. ഹൃദയത്തിൽ ആ ലഹരി അലിഞ്ഞു ചേർന്നാൽ മൊബൈലിന് ലഹരി ഉണ്ടാവുകയില്ല.
ഖുർആൻ പറയുന്നു, അലാ ബിസിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അറിയുക, അള്ളാഹുവിന്റെ സ്മരണയിലൂടെയാണ് ഹൃദയങ്ങൾ സമാധാനമാകുന്നത്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. മഹാകവി റൂമിയുടെ വരികളിലൂടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. നിന്റെ മക്കളെ പണത്തിനായി വളർത്തരുത്. അവർ നിന്റെ കാലത്തെ പോലെ ജീവിക്കട്ടെ. പക്ഷേ അവരെ നന്മക്കായി വളർത്തൂ. അവർ നിനക്കലിയാത്ത കാര്യത്തിനായി ഒരുങ്ങട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.